ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫിഗോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ IPL 66th മാച്ചാണ്. ടോട്ടൽ 74 മാച്ചസ് ആണുള്ളത്. ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. സോ ഇന്നത്തെ മാച്ചിൻ്റെ ഒരു പിച്ച് റിപ്പോർട്ട്, പ്ലേയിങ് 11, അതുപോലെ തന്നെ പോയിന്റ് ടേബിൾ, പിന്നെ ബെസ്റ്റ് പിക്സ്, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻസ് എന്ന് പറയുന്നത്. സോ ഇന്ന് 7:30 ഹൈദരാബാദിൽ വെച്ചാണ് മാച്ച് നടക്കുന്നത്. സോ മാച്ചിലേക്ക് കൂടുതലായി പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. സോ നമുക്ക് എന്തൊക്കെയാണ് ഇത് നോക്കാം. ഫസ്റ്റ് വെന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ഹൈദരാബാദിലെ. സോ ഈ ഒരു പിച്ചിനെ കുറിച്ച് ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2-3 പിച്ചസ് ഉണ്ടാവും. പക്ഷേ ഇതിലൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൈദരാബാദ് 267 എടുത്തതും അതിനുശേഷം 277 എടുത്തതും ഇതേ പിച്ചിൽ തന്നെയാണ്. സോ ഒരു ഹൈ സ്കോറിംഗ് പിച്ച് തന്നെയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ബൗളേഴ്സിന് ഫ്രണ്ട്ലി ആയി നിൽക്കാറുമുണ്ട്. സോ നമുക്ക് ഉറപ്പിച്ച് ബാറ്റ്സ്മാൻ ആണെന്നോ അല്ലെങ്കിൽ ബൗളിംഗ് ആണെന്നോ പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും മുമ്പ് കളിച്ച ഗെയിമിൽ പറയുകയാണെങ്കിൽ ബാറ്റ്സ്മാന് ഒരുവിധം അനുകൂലമായിട്ടുള്ളൊരു പിച്ച് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 65% ബാറ്റ്സ്മാനെ നമ്മൾ ടീമിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പേസേഴ്സിനെ പറയുകയാണെങ്കിൽ 25% ഓഫ് ദ പേസേഴ്സും, പിന്നെ ഒരു ക്വാളിറ്റി സ്പിന്നേഴ്സ് ആയിട്ടുള്ള ലൈക്ക് റാഷിദ് ഖാൻ, നൂർ അഹമ്മദ് പോലുള്ളവരെ ഉൾപ്പെടുത്തുക. പേസേഴ്സ് ആണെങ്കിൽ ഉമേഷ് യാദവ്, കുമിൻസ്, മോഹിത് ശർമ്മ, ഇവരൊക്കെ ആയിരിക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പിച്ചിൻ്റെ ഒരു ടോട്ടൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഡ്യൂ ഫാക്ടർ പിന്നീട് ഗെയിമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായി മാറാറുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ അവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രിയാണ്. സോ നമ്മുടെ വെന്യൂ സ്റ്റാറ്റ്സ് ടോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേഡിയത്തിൽ ടോട്ടലായിട്ട് 77 മാച്ചസ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ 36 മാച്ചസ് ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ വോൺ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബാറ്റ് ചെയ്തവർ 41 മാച്ചസ് ആണ് വോൺ ചെയ്തിട്ടുള്ളത്. ഒരു സ്കോറിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 150 ബിലോ 150 എടുത്തിട്ടുള്ള 35 ഗെയിംസിലാണെങ്കിൽ 150 to 160 എന്ന് പറയുമ്പോൾ 12 ഗെയിംസിലും, 170 to 189 എന്ന് പറയുന്നത് 13 ഗെയിംസിലും, എന്നാൽ 190 എബോവ് എന്ന് പറയുന്നത് 17 ഗെയിംസിലുമാണ്. എനിക്ക് തോന്നുന്നു 190 പ്ലസ് എടുക്കാനുള്ള സ്കോറിംഗ് ഉള്ളൊരു കേപ്പബിൾ ഒരു ഗ്രൗണ്ടാണ്. പിന്നെ ക്വാളിറ്റി ബൗളേഴ്സിനെ അനുസരിച്ചിരിക്കും ആ ഒരു ടേൺ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 162 റൺസ് ആണ്. സോ അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 277 for 3 ആണ്. എന്നാൽ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 80 for 10 ആണ്. ഇതിൽ പിന്നെ ഹയസ്റ്റ് സ്കോർ എടുത്തിട്ടുള്ള ഹൈദരാബാദാണ്. അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ എടുത്തിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ലാസ്റ്റ് 4 മാച്ചസിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ലക്നോയും സൺറൈസേഴ്സും ഹൈദരാബാദും തമ്മിലുള്ളൊരു മാച്ചായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് വളരെ നിഷ്പ്രയാസമായി ജയിക്കുകയായിരുന്നു. ലക്നോ അവിടെ റൺസ് കണ്ടെത്താൻ പാടുപെട്ടപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് 9.52 ഓവേഴ്സിൽ തന്നെ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 167 റൺസ് എടുത്ത് വിജയിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 3 വിക്കറ്റ്സ് മാത്രമാണ് കിട്ടിയത്. ബാക്കി വിക്കറ്റുകളൊന്നും പോയിട്ടില്ല. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള കളി എന്ന് പറയുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള കളിയായിരുന്നു. രാജസ്ഥാൻ റോയൽസ് അതിൽ പരാജയപ്പെട്ടു. സൺറൈസേഴ്സ് ഹൈദരാബാദ് 1 റൺസിനാണ് ജയിച്ചത്. അതിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 201 റൺസ് എടുത്തപ്പോൾ, 2 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുത്തപ്പോൾ രാജസ്ഥാൻ റോയൽസ് 200 റൺസാണ് എടുത്തത്. 7 വിക്കറ്റാണ് നഷ്ടമായത്. പേസേഴ്സിന് 2 വിക്കറ്റും സെക്കൻഡ് ഇന്നിംഗ്സിൽ പേസേഴ്സിന് 7 വിക്കറ്റുമാണ് കിട്ടിയത്. സ്പിന്നേഴ്സിന് നിലവിലുള്ള വിക്കറ്റൊന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ അതിന് മുമ്പുള്ള കളി നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരും ഹൈദരാബാദും തമ്മിലുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ 206 റൺസ് 7 വിക്കറ്റിൽ എടുത്തപ്പോൾ സൺറൈസ് ഹൈദരാബാദ് 171 റൺസാണ് എടുത്തത്. 171 for 8 വിക്കറ്റിൽ 171 റൺസാണ് എടുത്തത്. അപ്പോൾ അതിൽ RCB ആണ് 35 റൺസിന് ജയിച്ചത്. ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സ് 6 വിക്കറ്റ് എടുത്തപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ 3 വിക്കറ്റാണ് പേസേഴ്സിന് കിട്ടിയത്. എന്നാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിന് 1 വിക്കറ്റ് എടുത്തപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ 5 വിക്കറ്റ്സ് സ്പിന്നേഴ്സിന് കിട്ടി. എന്നാൽ അതിന് തൊട്ടുമുള്ള മാച്ചിലാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് 165 for 5 എടുത്തപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് 166 for 4 ആണ് എടുത്തത്. അതിൽ SRH തന്നെയാണ് വിജയിച്ചത്. പേസേഴ്സിന് 6 വിക്കറ്റിന് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ 4 വിക്കറ്റ് പേസേഴ്സിന് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് 1 വിക്കറ്റാണ് കിട്ടിയത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ 1 വിക്കറ്റ് പേസേഴ്സിന് കിട്ടിയപ്പോൾ 3 വിക്കറ്റാണ് സ്പിന്നേഴ്സിന് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ മാച്ച് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ പേസേഴ്സിന് മൊത്തം 26 വിക്കറ്റ്സും സ്പിന്നേഴ്സിന്
10 വിക്കറ്റ്സുമാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 15 വിക്കറ്റ്സും സെക്കൻഡ് ഇന്നിങ്സിൽ 11 വിക്കറ്റ്സുമാണ് കിട്ടിയത്. അതേസമയം സ്പിന്നേഴ്സിന് ഫസ്റ്റ് ഇന്നിങ്സിൽ 2 വിക്കറ്റ്സും സെക്കൻഡ് ഇന്നിങ്സിൽ 8 വിക്കറ്റ്സുമാണ് കിട്ടിയത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി പേസേഴ്സിനാണ് കുറച്ച് കൂടുതൽ മുൻതൂക്കമുള്ളത് ഈ പിച്ചിൽ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ക്വാളിറ്റി സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ പിച്ച് വരുന്തോറും പിച്ചിന് കിട്ടുന്നോറും വിക്കറ്റ് കിട്ടുന്നത് കുറഞ്ഞാണ് വരുന്നത്. പിന്നെ ഹെഡ് ടു ഹെഡ് എടുക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും നിലവിൽ ഇതുവരെ 4 മാച്ചസാണ് കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു മാച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിക്കുകയും ബാക്കി 3 മാച്ചസ് ഗുജറാത്ത് ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലാസ്റ്റ് ഗെയിം വിജയിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് സെക്കൻഡ് ലാസ്റ്റ് ഗെയിം ജയിച്ചു. ലാസ്റ്റ് കളി ടൈ ആയിരുന്നു, കാരണം മഴ കാരണം കളി തടസ്സപ്പെട്ടിട്ട് അവർക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല. സോ അതായിരുന്നു അതിൻ്റെ ടോട്ടലായിട്ടുള്ളതെന്ന് പറയുന്നത്. നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇപ്പോൾ നിലവിൽ 4th പൊസിഷനിലാണ്. ഇന്നത്തെ ഗെയിം സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ 2nd പൊസിഷനിലോട്ട് മാറും. രാജസ്ഥാൻ റോയൽസ് 3rd പൊസിഷനിലോട്ട് വരികയും ചെയ്യും. കാരണം രാജസ്ഥാൻ റോയൽസിൽ ഇന്നലത്തെ കളി പരാജയപ്പെട്ടതോടെ പഞ്ചാബ് തൊട്ട് മുകളിൽ 9th പൊസിഷനിൽ കയറിയെങ്കിലും രാജസ്ഥാൻ ആ പൊസിഷൻ നിലനിൽക്കുന്നെങ്കിലും ഇന്നത്തെ കളി കഴിയുമ്പോൾ അവർക്ക് താഴോട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ന് ഹൈദരാബാദ് ജയിച്ചില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ആ പൊസിഷൻ നിലനിർത്തുക തന്നെ ചെയ്യും. ഇനി ഏകദേശം എല്ലാവർക്കും ഓരോ ഗെയിംസ് ആണുള്ളത്. ആ കൂടെ ഉള്ളത് ഹൈദരാബാദിനാണ് 2 ഗെയിം ഉള്ളത്. GT കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഓൾറെഡി പുറത്താണ്. ഇന്നിപ്പം ജയിച്ച ഫൈനൽ ഗെയിമാണ്. ഇന്നിപ്പോൾ ജയിച്ചില്ലെങ്കിലും GT പുറത്താണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പിന്നെ പ്രഷറില്ലാതെ തന്നെ കളിക്കാൻ സാധിക്കും. കഴിഞ്ഞ കളിയിൽ ഗില്ലും സായി സുദർശനും കൂടെ നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പ്ലേയിങ് ലോൺ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, റെഡ്ഡി അല്ലെങ്കിൽ ക്ലാസൻ, അബ്ദുൾ സമദ്, ഷബാസ് അഹമ്മദ്, വിജയ് യസ്കാന്ത്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, ജെ ഉണാക്കട്ട്, ടി നടരാജൻ. പിന്നെ അതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരിക എം ജെയ്സൺ, എസ് സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അഗർവാളാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇവരെ പ്ലേയിങ് ലെവനിൽ ഇവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ അഭിഷേക് ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും തമ്മിലൊരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെ ശക്തമായ ഒരു ഓപ്പണിംഗ് ആണ്. പക്ഷെ ഒരു ഫസ്റ്റ് ബാറ്റിങ്ങിലായിരിക്കും അവർ കൂടുതൽ ഷൈൻ ചെയ്യുക. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ കൂടുതൽ അത്ര ആരെങ്കിലും ഒരാൾ നിന്ന് ഒരാൾ ഔട്ടാവുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരാറുള്ളത്. സോ ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ ക്യാപ്റ്റനാക്കിയാലും. പിന്നെ ഇതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസനായിരിക്കും 3rd പൊസിഷനിൽ ഇറങ്ങാൻ സാധ്യത കൂടുതൽ. 3rd പൊസിഷനിലാണ് ക്ലാസൻ ഇറങ്ങുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി നമുക്ക് ക്യാപ്റ്റനാക്കാനുള്ള ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെ ആയിരിക്കും ക്ലാസൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസിനെ ക്യാപ്റ്റനാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഗെയിമിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെയുള്ളത് അബ്ദുൾ സമദാണ്. അബ്ദുൾ സമദിന്റെ അത്ര വലിയ ഒരു ഗെയിം കളിക്കാനുള്ള ചാൻസസ് ഒന്നും ഇവർക്കാർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നമുക്കൊരു 50-50 ടേൺ പറയാനേ പറ്റത്തുള്ളൂ. ഷബാസ് അഹമ്മദ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷബാസ് അഹമ്മദിന് ഇപ്പോൾ ഒരു പക്ഷേ ട്രാവിസ് ഹെഡോ അഭിഷേക് ശർമ്മയോ ഫ്ലോപ്പ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവിസ് ഹെഡിനെ ഷബാസ് അഹമ്മദിനെ ആ ഒരു പൊസിഷനിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ 2-3 ടീം ഇടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ടീമിൽ നമ്മൾ അഭിഷേക് ശർമ്മയോ ട്രാവിസ് ഹെഡിനെയോ ഫ്ലോപ്പ് ആക്കിക്കൊണ്ട് ഷബാസ് അഹമ്മദിനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഷബാസ് അഹമ്മദിനെ കൊണ്ട് നമുക്ക് പോയിന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വിജയസ്കാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SRH ബാറ്റ് ഫസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ആക്കിക്കൊണ്ട് നമുക്ക് ഇടാം. ഒരു GL അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഓവറായിട്ട് നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിക്കറ്റ്. പാറ്റ് കുമിൻസ് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. പാറ്റ് കുമിൻസിന് വിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഭുവനേഷ് കുമാറാണ്. ഭുവനേഷ് കുമാർ എനിക്കൊന്ന് ഗില്ലിനെ കൂടുതൽ ഔട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗില്ലിന്റെ ഒരു ഈ ഒരു മാച്ചിന് വെച്ച് നോക്കുക, അല്ലാതെ നോർമലി നോക്കുകയാണെങ്കിൽ ഗില്ല് ഭുവനേഷ് കുമാറിന്റെ ഇതിൽ ഗില്ലും സായി സുദർശനും കുറച്ച് ടൈറ്റ് തന്നെയാണ്. ജയ് ഉണാക്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ബൗളിംഗ് ആണ് എങ്കിൽ 2+ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ടി നടരാജൻ അതുപോലെ തന്നെയാണ്. ടി നടരാജനെ നമുക്ക് എടുക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരിതാണ്. കാരണം നല്ലൊരു പ്ലെയർ ആണ്. നല്ല വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. എം ജെയ്സൺ കളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ബട്ട് കളിക്കാൻ ചാൻസസ് കുറവാണ്. ഇനി അടുത്ത് നമ്മൾ GTയുടെ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ
സായി സുദർശൻ, ഗില്ല് അവരായിരിക്കും ഓപ്പണിംഗ് തുടങ്ങുക. രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യുന്ന ആളാണ്. നല്ലൊരു പാർട്ണർഷിപ്പും മെയിൻ ചെയ്ത് പോകാറുണ്ട്. രണ്ടുപേരും എന്തായാലും 50+ റൺസ് എടുക്കാൻ പറ്റും. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അവരെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആരെങ്കിലും ആക്കുന്നത് നമുക്ക് പോയിന്റുകൾ കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്നത്തെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ട്രാവിസ് ഹെഡിനെയാണ് എല്ലാവരും ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. ഒരു 50% അപ്പോൾ ആളുകൾ ട്രാവിസ് ഹെഡിനെ ക്യാപ്റ്റൻ ആക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. സോ അങ്ങനെ ഒരു ടൈമിന് ഇപ്പം നമ്മൾ വേറെ ആരെങ്കിലും ക്യാപ്റ്റൻ ആക്കി ട്രാവിസ് ഹെഡ് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് പോയിന്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഡേവിഡ് മില്ലർ പിന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും സെക്കൻഡ് ബാറ്റിംഗ് ആണെന്നൊന്നുമില്ല, നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള ബാറ്റ്സ്മാൻ തന്നെയാണ്. ഇങ്ങനെ ഒരു 40+ പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഷാറൂഖ് ഖാൻ ഇന്നത്തെ ഗെയിമിൽ കളിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്യു വെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ചാൻസസ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് സെക്കൻഡ് ബാറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ മാത്യു വെയ്ഡിനെ നമുക്ക് മുമ്പോട്ടിട്ട് പോകാൻ പറ്റും. പക്ഷെ അതിൽ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മൾ ട്രാവിസ് ഹെഡിനെ ക്ലാസിനെ ആയിരിക്കണം ക്യാപ്റ്റനാക്കി വരേണ്ടത്. കാരണം നോർമലി നമ്മൾ സായി സുദർശനെയും ഗില്ലിനെയും ക്യാപ്റ്റനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള ബാറ്റ്സ്മാൻമാർ ഇറങ്ങുന്ന കാര്യം കുറവാണ്. കാരണം അവരെ കാര്യം ഫുൾ പോയിന്റ് കിട്ടുക എന്നുള്ള ധാരണയിലാണ് നമ്മൾ ടീം ഇടുക. സോ അതിൽ നമ്മൾ മാത്യു വെയ്ഡിനെ ഇട്ടിട്ട് കാര്യമില്ല, അതിൽ നമ്മൾ ക്ലാസ് വെച്ച് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. അതായത് ഓപ്പണിംഗ് ഫ്ലോപ്പ് ആവുന്നെങ്കിലാണ് നമുക്ക് മാത്യു വെയ്ഡിനെയൊക്കെ കൊണ്ടുള്ള യൂസ് കിട്ടുന്നത്. ഈവൻ രാഹുൽ തിവാട്ടിയും അത് തന്നെയാണ്. അതുപോലെ റാഷിദ് ഖാന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഷിദ് ഖാൻ നമുക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പോയിന്റ്സ് നൽകാൻ സാധ്യതയുണ്ട്. മാക്സിമം 1 വിക്കറ്റ് കിട്ടുമെങ്കിൽ 1 വിക്കറ്റൊക്കെ റാഷിദ് ഖാൻ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാലും ബാറ്റിംഗ് ചാൻസ് വരികയാണെങ്കിൽ ലൈക്ക് സെക്കൻഡ് ബാറ്റിംഗ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പോയിന്റ് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഫസ്റ്റുള്ളവർ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ റാഷിദ് ഖാൻ ബാറ്റിംഗ് കിട്ടും. അതുകൊണ്ട് രണ്ട് തുല്യങ്ങളുടെയും പോയിന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നൂർ അഹമ്മദും സെക്കൻഡ് ബൗളിംഗ് ഫസ്റ്റ് ബാറ്റിംഗ് ഓപ്ഷൻ ആണെങ്കിൽ, അതായത് ഗുജറാത്ത് ടൈറ്റൻസ് ഫസ്റ്റ് ബാറ്റ് ചെയ്യും സെക്കൻഡ് ബോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നൂർ അഹമ്മദിനെ ഓപ്ഷനായി വിടാൻ പറ്റുന്നത്. ഉമേഷ് യാദവ്, മോഹിത് ശർമ്മ വിൽ ബി ബൗളിങ്ങിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം മോഹിത് ശർമ്മ നല്ലൊരു പ്ലേയിലൂടെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹിത് ശർമ്മയെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കാർത്തിക് ത്യാഗി നിലവിൽ വലിയ വിക്കറ്റൊന്നും എടുക്കുന്നില്ല. ഒരു നോർമൽ പ്ലേ 1 വിക്കറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ അത്ര വിക്കറ്റ് ഓഫറായിട്ടുന്ന പിച്ചോ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാർത്തിക് ത്യാഗി ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സന്ദീപ് വാര്യറെ പിന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ഓപ്പണിങ്ങിന് ഇറക്കിയാലും, അതായത് പവർ പ്ലേയിൽ ഇറക്കിയാലും മാക്സിമം 1 or 2 ഓവേഴ്സ് ഫസ്റ്റ് കൊടുക്കും. ഒരു പക്ഷേ അവർക്ക് വിക്കറ്റ് കിട്ടി, സന്ദീപ് വാര്യറിന് വിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നുള്ള ഓവർ കട്ട് ചെയ്യാണ് പതിവ്. സോ അതൊരു കുറച്ച് റിസ്ക് തന്നെയാണ്. പിന്നെ ജെ ലിറ്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജെ ലിറ്റിലാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ജെ ലിറ്റിന് ഒരു കളിയെ കളിച്ചിട്ടുള്ള ആ കളിയിൽ 4 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അത് ഞാൻ എൻ്റെ ടീമിൽ ജെ ലിറ്റിനെ അന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പിച്ച് എന്താണെന്ന് നോക്കുക. പിച്ച് ഇപ്പം സ്പിന്ന് അലോ ചെയ്യുന്ന പിച്ചാണെങ്കിൽ സായി കിഷോറിന് ചിലപ്പോൾ ചാൻസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് പ്ലേയേഴ്സ് ബാറ്റിൽ നോക്കുകയാണെങ്കിൽ ശുഭൻ ഗില്ലിനെ ഭുവനേശ്വർ കുമാർ ആണ് കൂടുതൽ ഔട്ടാക്കിയിട്ടുള്ളത്. 48 ബോളിൽ 50 റൺ കൊടുത്തുകൊണ്ട് 3 പ്രാവശ്യം ഔട്ടാക്കിയിട്ടുണ്ട്. ഡേവിഡ് മില്ലറെ കൂടുതലായിട്ട് ഔട്ടാക്കിയുള്ള പാറ്റ് കുമിൻസ് ആണ് 5 പ്രാവശ്യം വിക്കറ്റ് എടുത്തത്. പക്ഷേ എന്നാലും റൺസ് അത്യാവശ്യം കൊടുത്തിട്ട് തന്നെയാണ് ഔട്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഡേവിഡ് മില്ലറിന് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. അതേസമയം ക്ലാസൻ ജോഷ് ലിറ്റിൽ ബൗൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസൻ കുറച്ച് ഡൗട്ട് തന്നെ ആയിരിക്കും. കാരണം ക്ലാസനെ 3 പ്രാവശ്യം ഔട്ടാക്കിയിട്ടുണ്ട്, അതും അധികം റൺസ് ഒന്നും കൊടുത്തിട്ടുമില്ല. സോ അതൊരു ഡൗട്ട് തന്നെയാണ്. സോ ഇന്നത്തെ ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ശുഭൻ ഗിൽ, സായി സുദർശൻ, ഡി മില്ലർ, ഷാറൂഖ് ഖാൻ ഫസ്റ്റ് ബാറ്റിങ്ങിലാണെങ്കിൽ, അതുപോലെ റാഷിദ് ഖാൻ, മോഹിത് ശർമ്മ. അതുപോലെ ഫസ്റ്റ് ബാറ്റിങ്ങിലാണെങ്കിൽ നൂർ അഹമ്മദും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ SRHൽ പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ടി ഹെഡ്, ഇവർ രണ്ടുപേരെയും നമുക്ക് ഫസ്റ്റ് ബാറ്റിങ്ങിലാണെങ്കിൽ ഇടാം. അതേസമയം സെക്കൻഡ് ബാറ്റിങ്ങിലാണെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒപ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓരോ 2 ടീം ഇട്ടിട്ട് ഓരോരുത്തരെ ഒപ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഒന്ന് പിന്നെ ക്ലാസൻ അങ്ങനെയാണെങ്കിൽ ക്ലാസൻ ഒരു നല്ല ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ പൊസിഷനിൽ ഇടാൻ പറ്റും സെക്കൻഡ് ബാറ്റിങ്ങിലാണെങ്കിൽ കൂടെ. പിന്നെ പാറ്റ് കുമിൻസ് നല്ലൊരു ഓപ്ഷനാണ്. ഭുവനേശ്വർ കുമാർ നമ്മൾ നോക്കണം. ഭുവനേശ്വർ കുമാർ വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പവർ പ്ലേയിൽ കിട്ടുകയാണെങ്കിൽ സായി സുദർശനോ ഗില്ലോ ഔട്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതാണൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. പിന്നെ സന്ദീപ് വാര്യർ ഏതെങ്കിലും ഒരു GL ടീമിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഓപ്ഷൻ പ്ലെയർ ആണല്ലോ, സോ അതുകൊണ്ട് അങ്ങനെ നോക്കുക. പിന്നെ ഉമേഷ് യാദവ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ക്യാപ്റ്റൻസി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് സായി സുദർശൻ, ഡി മില്ലർ,
മോഹിത് ശർമ്മയെ നമുക്ക് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാവുന്നതാണ്. ക്ലാസൻ അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്. ഡിഫറൻഷ്യൽ പിക്കിൽ വരുന്നത് ജെ ഉണാക്കട്ട്, റെഡ്ഡി, തിവാട്ടിയ, ഉമേഷ് യാദവ്, സന്ദീപ് വാര്യറാണ്. നമ്മുടെ ഇന്നത്തെ ടീം നോക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പേഴ്സിൽ വരുന്നത് ക്ലാസൻ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാറ്റ്സ്മാനിൽ വരുന്നത് ട്രാവിസ് ഹെഡ്, സായി സുദർശൻ, ശുഭൻ ഗിൽ, പിന്നെ ഡേവിഡ് മില്ലറാണ്. അപ്പോൾ ഇവരാണ് ബാറ്റ്സ്മാൻ പൊസിഷനിൽ വരുന്നത്. അതേസമയം ഓൾറൗണ്ടേഴ്സിൽ അഭിഷേക് ശർമ്മ, പാറ്റ് കുമിൻസ്, റാഷിദ് ഖാൻ. ബൗളേഴ്സിൽ നടരാജൻ, ഭുവനേശ്വർ കുമാർ, മോഹിത് ശർമ്മ. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് GT ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഒരു നോർമൽ ഇതാണ്. പിന്നെ പിച്ച് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അതേസമയം നമ്മളിപ്പം തിരിച്ച് നമ്മുടെ SRH ആണ് വരുന്നതെങ്കിൽ ക്യാപ്റ്റൻസി ഗില്ലിൽ നിന്ന് മാറ്റുക, ട്രാവിസ് ഹെഡിനെ ക്യാപ്റ്റൻ ആക്കുക. അതുപോലെ തന്നെ നമുക്ക് ഗില്ലിന് സായി സുദർശൻ ആരെങ്കിലും ഒരാളെ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഷാറൂഖ് ഖാനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ NK റെഡ്ഡി ഉണ്ട്. ബൗളിങ്ങിൽ ഉണ്ണാക്കട്ടിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈ ഒരു 3 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ഗുജറാത്ത് ടൈറ്റൻസിൽ ഷാറൂഖ് ഖാൻ, ഉമേഷ് യാദവ്, സന്ദീപ് വാര്യർ ഉള്ളപ്പോൾ നമുക്ക് പിന്നെ SRHിലുള്ളത് NK റെഡ്ഡിയും അതുപോലെ തന്നെ ജെ ഉണ്ണാക്കട്ടുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇന്നത്തെ ഗെയിമിൽ ആരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? GT ആണോ, GT ജയിക്കുമെന്നാണോ തോന്നുന്നത്, അതോ SRH ജയിക്കുമെന്നാണോ തോന്നുന്നത്? സോ അത് നിങ്ങളുടെ ടീമെന്ന് രേഖപ്പെടുത്തുക, നമ്മൾ കമൻറ്റിൽ നിന്ന് രേഖപ്പെടുത്തുക ഏത് ടീമിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരായിരിക്കും ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ സായി സുദർശൻ നല്ലൊരു ഓപ്ഷനായിരിക്കും, അല്ലെങ്കിൽ ട്രാവിസ് ഹെഡും നല്ലൊരു ഓപ്ഷനായിരിക്കും. വിക്കറ്റ് കൂടുതൽ കിട്ടുന്ന മോഹിത് ശർമ്മയ്ക്കോ ഭുവനേശ്വർ കുമാറിനോ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. റാഷിദ് ഖാൻ നമുക്ക് ചിലപ്പോൾ മാറേണ്ടി വരും. ആ പിച്ചിൻ്റെ സിറ്റുവേഷൻ കൂടെ നോക്കിയിട്ട് റാഷിദ് ഖാനെ മാറ്റി വേറെ ആരെങ്കിലും ഓപ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. സോ എനിവേ, സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. താങ്ക് യു. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്കും.